ആദ്യത്തെ പ്രതിഭാ പുരസ്കാരം എനിക്കായിരുന്നു ലഭിച്ചത്. അത് വളരെ അഭിമാനമാണ്. ഇതിൻ്റെ പിന്നിൽ മുന്നിൽ പ്രവർത്തനം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് കലാകായിക മേഖലയിൽ നിന്നുള്ളവർക്ക് ആദരവ് നൽകുന്ന ചടങ്ങാണ്. ആദരവ് നൽകുന്നതിലേക്കായി ചെങ്കൽച്ചുള്ള എന്നറിയപ്പെടുന്ന രാജാജി നഗറിലെ അയൺ ലേഡി, എഴുത്തുകാരിയും വിങ്സ് ഓഫ് വുമൺ എന്ന പെൺകൂട്ടായ്മയുടെ സെക്രട്ടറിയും കഴിഞ്ഞ വർഷത്തെ ഗാലറി ഓഫ് നാച്ചുർ പ്രതിഭാരത്ന പുരസ്കാരത്തിന് അർഹയുമായ ശ്രീമതി ധനുജകുമാരി അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ ആരംഭത്തിൽ തന്നെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 1-ാം വർഷത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. ഇതിൽ ആദ്യത്തെ പ്രതിഭാ പുരസ്കാരം എനിക്കായിരുന്നു ലഭിച്ചത്. അത് വളരെ അഭിമാനമാണ്. അതിന് നിശബ്ദമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ മുന്നിൽ പ്രവർത്തനം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സജീവ സാന്നിധ്യമാണ് വാഴ്ചൽ വിനോദ്, ബഹുമുഖ പ്രതിഭയായ ശ്രദ്ധേയനായ ഷംനാഥ് ഭാരത്, അവസാനം ലളിതഗാന വേദിയിൽ എടുത്തു കരസ്ഥമാക്കി സംസ്ഥാന കലോത്സവത്തിൽ പോയിരിക്കുകയാണ്. സമർത്ഥയാത്ര പൂർത്തിയാക്കിയ ഉദയൻ സംഘബദ്ധ കഴിഞ്ഞ 10 വർഷങ്ങളായി ചിത്രരചനയിൽ കേന്ദ്രീകരിച്ച് നിരവധി കലാപ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനായി. കാട്ടാടിയിൽ പ്രവർത്തിക്കുന്ന സംഘബദ്ധ ആർട്ട് ഗാലറിയിലൂടെ കലാസ്നേഹികൾക്ക് സൃഷ്ടിയുടെ പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന കലാകാരൻ സ്നേഹാദരൻ. രവീന്ദ്രൻ അദ്ദേഹം വന്നിട്ടുണ്ടോ? വെൽപ്പാട്ട് കലാകാരനാണ്. ശ്രീജിത്ത് പാങ്കാവ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ വെറ്ററിനറി വിങ്ങിൽ ജോലി ചെയ്യുന്ന ശ്രീജിത്ത് പാങ്കാവ് ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്നതിനൊപ്പം ആരംഭിച്ചിട്ടേ വിടുള്ളൂ. 6:00 ശേഷം ആദിത്യൻ ആൻഡ് അവധി റെക്കോർഡ് കളരിയിൽ സ്റ്റേറ്റ് ഫസ്റ്റ്, കരാട്ടെ വിജയങ്ങൾ, യോഗയിലെ അപൂർവ പ്രകടനം, സ്കൂൾ കലോത്സവ അംഗീകാരങ്ങൾ എന്നിവയിലൂടെ കേരളത്തിന് അഭിമാനമായി മാറിയതിന്റെ അംഗീകാരമായി ഈ ആദരവ് സമർപ്പിക്കുന്നു. നിവേദ്യ ഈ അഭിമാനത്തോടെ അനുമോദിക്കുന്നു.